ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്ന ഒരു വിഷയം തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. സർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ RSS എന്ന് പറയുന്ന പാർട്ടി, അതായത് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJPക്ക് ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന RSS എന്ന് പറയുന്ന പാർട്ടിയല്ല, അവർ ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പേരിന് പറയാം. ഈ RSS ഇവർ ഈ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സുരേന്ദ്രനൊക്കെ എങ്ങും തൊടാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മലയാളം വ്യക്തമാകുന്നത് പോലുമില്ല, അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് വ്യക്തമാകുന്നത് പോലുമില്ല. നമുക്കിവിടെ ഉണ്ടാക്കുന്ന സ്വാഭാവികമായ സംശയം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ എന്ന് പറയുന്ന CPM ഇതുവരെയും പുറത്താക്കാത്ത അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമല്ല, ഇപ്പം ജില്ലാ സമിതി അംഗമാണത്. ശരി, പത്മകുമാർ ജയിലിലാണ്, വാസുവും ജയിലിലാണ്. സർ, പത്മകുമാറിൻ്റെയോ വാസുവിൻ്റെയോ വീട്ടിലേക്ക് ഇവിടുത്തെ പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പാർട്ടിയാണ് ഇപ്പോൾ CPM. കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ്, ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ. ഇവരിൽ ആരെങ്കിലും ഈ പത്മകുമാറിൻ്റെ വീട്ടിലോ പത്മകുമാറിൻ്റെയോ വാസുവിൻ്റെയോ വീട്ടിലോ പോയിരുന്നെങ്കിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ പ്രാസമൊപ്പിച്ച് പറയുന്ന നിരവധി പേരുണ്ട്, ഇൻട്രോയൊക്കെ പിന്നെ മൊത്തത്തിൽ കിടുക്കുന്ന ഹാഷിം താജ് ഇബ്രാഹിമൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്ലോറൊക്കെ കിടുങ്ങും ഹാഷിം താജ് ഇബ്രാഹിം ഒക്കെ പറയുമ്പോൾ. ഇവർക്കൊന്നും ഇന്നലെ സന്ദീപ് വചസ്പതിയും കുറെ നേതാക്കളും കൂടെ തന്ത്രിയുടെ വീട്ടിൽ പോയിരുന്നല്ലോ. സാർ, ഇവർക്കൊന്നും അതിലൊന്നും പറയാനില്ലേ? ഇവിടെ ഈ പാർട്ടി, ഇവർക്ക് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ അതിലൊന്നും പറയാനില്ലേ? ഒന്ന് പറയൂ. അവർക്ക് പറയാനുണ്ടോ ഇല്ല എന്നുള്ളതിന് മറുപടി പറയേണ്ട ആള് ഞാനല്ല. അല്ലേ, എന്നാലും താങ്കൾ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോയ അല്ലാതെയാവാം. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ നമ്മള്. അവര് കേരളത്തില് ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി ഉണ്ടാക്കി സരിതാ നായരെ പൊക്കിക്കൊണ്ടുവന്ന് അവരാണ് ഏറ്റവും മാന്യ സ്ത്രീ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആൾക്കാരാണല്ലോ ഈ ചാനലുകാരെല്ലാവരും തന്നെ. ആർക്ക് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അവരെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർക്ക് എന്താണോ ഗുണകരമായിട്ടുള്ള അവർ സപ്പോർട്ട് ചെയ്യും, അല്ലാത്തത് അവർ സപ്പോർട്ട് ചെയ്യില്ല. ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിലേക്ക് കടക്കാം. സന്ദീപ് വചസ്പതി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വളരെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. കാരണം പോറ്റി ഇന്നലെ വരെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എൻ്റെ മുന്നിൽ വന്ന നിയമപരമായ വസ്തുതകൾ പഠിക്കുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനായി ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിലെ ലീഗലായിട്ടുള്ള വശമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അവിടെ അയ്യപ്പൻ്റെ ഏറ്റവും രണ്ടാമത്തെ ആൾ എന്ന് പറയുന്ന വ്യക്തിയാണ്, അവിടെ തന്ത്രിയാണ്. അവിടുത്തെ ആത്മീയമായ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കേണ്ട, ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂജാകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കേണ്ട ആളാണ്. പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആളാണ് സാർ പറഞ്ഞു. അതെ, പൂജാകർമ്മങ്ങളുമായി നിൽക്കേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ അകത്ത് പ്രതിയാവുന്നത് സംബന്ധിച്ച് ഉള്ള ചില രേഖകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന്, നിയമപരമായി കുറ്റക്കാരനല്ല എന്ന് എനിക്ക് പറയാം. ധാർമ്മികമായി അദ്ദേഹം കുറ്റക്കാരനായിരിക്കാം, പക്ഷെ നിയമപരമായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് നിൽക്കാവുന്ന കാര്യങ്ങൾ, വസ്തുതകൾ, തെളിവുകളില്ല എന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളതും. ഇപ്പോൾ എല്ലാവരും അത് എഴുതുന്നു. മനോരമ പത്രം പോലും തെളിവുകൾ ഞാൻ പറയാം. ഇന്നലെ മനോരമ പത്രം പോലും അത് കൃത്യമായി സുവ്യക്തമായി മറ്റു പത്രങ്ങൾ എനിക്ക് അറിയില്ല. സാറ് മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് എന്തോ എന്നും സാർ ആദ്യം പറഞ്ഞു, മനോരമ പറഞ്ഞോട്ടെ. സാർ ഇപ്പൊ എന്താ പറയുന്നത്? അല്ല, മനോരമ പറഞ്ഞത് വസ്തുതാപരമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയണം സാർ, പറഞ്ഞു വരുന്നിട്ട് പറയാം. അതായത് വസ്തുതാപരമായ കാര്യം എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആക്ട്. ഞാൻ കോടതിയിൽ വാദിക്കുന്ന ഒരാളാണ്. കോടതിയിൽ എവിഡൻസിനാണ് പ്രധാനം. അവിടെ മൗനം ഉണ്ട് അല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല കോടതി. പക്ഷെ ധാർമ്മികമായിട്ട് പോറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇനി വേറെ എന്തൊക്കെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ നമ്മളെ മുന്നിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. വരട്ടെ, വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതൊരാളും, ദൈവം തമ്പുരാനാണ് പോലും കുറ്റക്കാരനാണെങ്കിൽ അത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള ശൈലിയുള്ള പ്രസിദ്ധീകരണമാണ്, ചാനലാണ് ക്രൈം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ തെറ്റിയതാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരാളെ പറ്റി പറയുമ്പോൾ വസ്തുതാപരമായിരിക്കണം. നമ്മൾ വസ്തുതകൾ പഠിക്കുന്നത് ലീഗലി നോക്കും, ധാർമ്മികമായി നോക്കും. അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ട്. അറസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ തെളിവുകൾ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ അവിടെ ഒരു സന്ദീപ് വചസ്പതി പോയത് അത് വലിയ ദുരൂഹത വളർത്തിയിരിക്കുകയാണ്. കാരണം അവിടെ ഞെട്ടിക്കുന്ന കുറെ തെളിവുകൾ, അദ്ദേഹം സൂക്ഷിച്ചു വെച്ച പല തെളിവുകളും കടത്തിക്കൊണ്ടുപോകാനാണ് സന്ദീപ് വചസ്പതി അവിടെ പോയത് എന്നുള്ള ഒരു ആരോപണം വ്യാപകമായ രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സന്ദീപ് വചസ്പതി ഏത് പാർട്ടീൻ്റെ ആളായിക്കോട്ടെ, ഒരു ക്രിമിനൽ കേസിൽ കുറ്റവാളിയായ ഒരാളുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്.
അപ്പോൾ അവിടെ കുറച്ച് ബലം പ്രയോഗിച്ചും അല്ലാതെ സ്വാധീനം ഉപയോഗിച്ചും അവിടെ നിന്ന് ചില ഡോക്യുമെന്റ്സ് കടത്തുക എന്നുള്ള, അവിടെ റെയ്ഡ് നടത്തുന്നതിന് മുമ്പ്, പോലീസ് റെയ്ഡ് വരുന്നതിന് മുമ്പ് അവിടെ സാധനങ്ങൾ കടത്തുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ അവിടെ കയറിയിട്ട് സാധനം കടത്തിക്കൊണ്ടുപോയി എന്നുള്ള പല പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ശരിയാണെങ്കിൽ സന്ദീപ് വചസ്പതിയും ഇതിൻ്റെ അകത്ത് തെളിവ് നശിപ്പിക്കൽ കുറ്റകൃത്യത്തിൽ പ്രതിയാണ്. BJP ഭരിക്കുന്ന പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. പല സ്ഥലങ്ങളിലും ഇതേപോലെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്, പലർക്കെതിരെയും കേസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. ഇത്രയും ക്രിമിനൽ കേസിൽ വരുന്ന ആളുകളുടെ വീട്ടിൽ സംഘടിതമായി പോവുകയും സംഘടിതമായി അവിടെ നിന്ന് രേഖകൾ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. ചിലപ്പോൾ തെറ്റുകാരല്ല എന്ന് കണ്ടിട്ട് നമുക്ക് ആശ്വസിപ്പിക്കാനൊക്കെ പോകാം, അത് തെറ്റൊന്നുമല്ല. ഇപ്പൊ എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്റെ വീട്ടിൽ ധാരാളം ആളുകൾ വന്നിട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അത് തെറ്റായിട്ട് തോന്നിയില്ല. നമുക്ക് തന്നെ സാറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ജീവനക്കാർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പൊ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ തീർച്ചയായും അങ്ങനെ പോയി. പക്ഷെ പാർട്ടി തന്നെ ഒരു തീരുമാനം എടുത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നമ്മൾ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി, BJP പാർട്ടി, അദ്ദേഹത്തിന്റെ അധ്യക്ഷനും കെ സുരേന്ദ്രൻ പറയുന്നിടത്തൊക്കെ പറയുന്നത്. ഒരു 100% ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എല്ലാ പാർട്ടിക്കാരും പറഞ്ഞിട്ടുള്ളത്, ഇവരും പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പോറ്റിയെ മുന്നിൽ നിർത്തി മന്ത്രിമാരെ രക്ഷപ്പെടുത്തുക, മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള തന്ത്രമാണ്. എൻ്റെ വാർത്ത മുഴുവൻ പോറ്റി തന്ത്രയിലേക്ക് പോവുക, അങ്ങനെ ഈ കേസ് അട്ടിമറിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഒരു മാഫിയ തലവനാണ്. അദ്ദേഹത്തിന് ഈ രീതികളൊക്കെ നന്നായിട്ട് അറിയാം. എന്തിന് ലാവ്ലിൻ കേസ് പോലും അട്ടിമറിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അതും ജഡ്ജിമാർക്ക് പൈസ കൊടുത്തിട്ടാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആരാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാണ് എന്നോട് പറയുന്നത്. തിരുവനന്തപുരത്തെ കോടതിയെ അലക്ഷ്യമായിട്ടൊന്നും വരാതെ, കോടതി ലക്ഷ്യമല്ല, അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ഇന്നുവരെ ഞാൻ പബ്ലിഷ് ചെയ്തൊരു കാര്യമാണ്, ഇന്നുവരെ ചാലഞ്ച് ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ക്രൈമിൽ പബ്ലിഷ് ചെയ്തുള്ളതാണ്. അതിന് പരാതി ഇന്ത്യൻ പ്രസിഡന്റിന് അജയ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ കൊടുത്തിട്ടുള്ള അതിന്റെ വരികളാണ് ഞാൻ പറയുന്നത്. പ്ലസ് എന്നോട് പിണറായി വിജയന്റെ അഭിഭാഷകനായ എം കെ ദാമോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി, എനിക്ക് വലിയ കുറ്റബോധമുണ്ട്, ഇതെല്ലാം നടന്നതാണ്, തിരുവനന്തപുരത്തെ കേസിൽ 5 കോടി രൂപ പിണറായി വിജയന്റെ കേസ് അട്ടിമറിക്കാൻ കൊടുത്തതാണ് പറയുന്ന അങ്ങനെയുള്ള ഒരു പിണറായി വിജയനാണുള്ളത്. കേസ് അട്ടിമറിക്കാനും ഏത് കേസ് കുറ്റകൃത്യം ചെയ്യാനും 4 കാലിൽ നിന്ന് രക്ഷപ്പെടാനും കഴിവുള്ള ആളാണെന്ന് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ ആ BJP ഭരിക്കുന്ന അവിടെ അവരെയൊക്കെ സ്വാധീനിച്ച് അദ്ദേഹം കൂളായി നിൽക്കുന്നു. ബംഗാളില് മമതാ ബാനർജിക്ക് അടക്കം എതിരെ കേസെടുക്കുമ്പോൾ ഇവിടെ വ്യക്തമായ കേസിന്റെ അധികം അതേ ഡൈവേർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ സന്ദീപ് വചസ്പതി അവിടെ പോയത് ദുരൂഹത വർദ്ധിക്കുന്നു, അതിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് ശരിയാണെങ്കിൽ സന്ദീപ് വചസ്പതിയും കുറ്റക്കാരനാണ് എന്നാണ് പറയാനുള്ളത്. സാർ, അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് സാറ് പറഞ്ഞു ഈ പറയുന്ന നിയമം, ഇപ്പോൾ അദ്ദേഹത്തിന് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ സാർ കോടതിയിൽ അത്യാവശ്യം സാറിൻ്റെ കേസ് തന്നെ സാർ വാദിക്കുന്ന ഒരാളാണ്. അപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ ഞാൻ പറയാം. SIT വെറുതെ അല്ല ഈ തന്ത്രിയെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സാറ് പറഞ്ഞു ശരിയാണ്, ഭഗവാന്റെ അനുവാദം വാങ്ങണം. ഭഗവാന്റെ അനുവാദം, അത് ഈ പറയുന്ന പോലെ എന്തിനാണ് അദ്ദേഹത്തെ തന്ത്രിയായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്? എനിക്കോ സാറിനോ തന്ത്രിയായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്ന എൻ്റെ ഭാഗം കൂടെ സാർ കേൾക്കണം. ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് താന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഒരു കുടുംബത്തിലെ ആളെന്ന രീതിയിലാണ് അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരു അമ്പലത്തിലെ ഒരു വിഗ്രഹം എങ്ങനെയാണ് പവർഫുള്ളായി തീരുന്നത്? ആ പൂജ ചെയ്യുന്ന പൂജാരി മനസ്സ് കൊടുത്ത് മന്ത്രങ്ങൾ ചൊല്ലി ആണ് ആ വിഗ്രഹത്തിന് തേജസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ തന്ത്രി മനസ്സുകൊണ്ട് ചോദിച്ചിട്ട് അനുവാദം കിട്ടിയോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞാലേ ഈ പറയുന്ന പേപ്പറിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാവൂ. അത് ഒരു കാര്യം. സാറ് ചിരിക്കുന്നു, എനിക്ക് മനസ്സിലായി. സാർ അതിനെ നിസ്സാരപ്പെടുത്തി കളയുക. ഒപ്പിട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രോബ്ലം. ശരി, ആയിക്കോട്ടെ, ഒപ്പിട്ടില്ല. ഒപ്പിട്ടു എന്നുള്ള വ്യക്തമായ തെളിവ് പേപ്പറുകൾ അവിടെ ഉണ്ട്, ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. തെറ്റാണ്. അല്ല സാർ, അത് ഒരു കാര്യം. 2, ഈ കട്ടളപ്പാളി എന്ന് പറയുന്നതും ഈ ദാരുശില്പങ്ങളിലെ സ്വർണം എന്ന് പറയുന്നതും മാജിക് പോലെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഊരി ഇങ്ങ് വരത്തില്ല. ഇവിടെ ഒന്ന് മന്ത്രം ചൊല്ലിയ ഊരി വരത്തില്ല. രാവിലത്തെ പൂജ മുതൽ, ഉഷപൂജ മുതൽ, വൈകുന്നേരത്തെ പൂജ മുതൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ, ഇത് അഴിച്ചെടുക്കുമ്പോൾ ഈ പോറ്റിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഈ പറയുന്ന തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഉദ്യോഗസ്ഥരടക്കം കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മയൊന്നുമല്ല സാറേ. കാര്യം അദ്ദേഹം തന്ത്രിയാണ്. സാറേ ആലോചിച്ച് നോക്കണം, ഇവിടുത്തെ ഹിന്ദു സമുദായം ആൾറെഡി ഭ്രാന്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയരുത്. ഇത് തീ കൊള്ളി കൊണ്ട് ചൊറിഞ്ഞതാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. SIT ഉദ്യോഗസ്ഥർക്കൊക്കെ പേടിയും ഭയമില്ലെന്ന് സാർ കരുതുന്നുണ്ടോ? ചുമ്മയൊന്നും അങ്ങനെയൊന്നും കയറി ചെയ്യത്തില്ല. അപ്പൊ ഇത് കൃത്യമായി ഈ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന
അല്ല ഈ തന്ത്രി ഇവരവിടെ നിന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ ടൈം അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ തെളിവ് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ തെളിവ് ഇവിടുത്തെ ദേവസ്വം ബെഞ്ച് ഉണ്ടല്ലോ, ശബരിമല വിജിലൻസിന് ഇവിടെ ഒരു ദേവസ്വം ബെഞ്ച് ഉണ്ടല്ലോ ഹൈക്കോടതിയിൽ, അവിടെ ആയിരിക്കുമല്ലോ ആദ്യം എത്തുക. അവിടെ എത്തട്ടെ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള തീരുമാനം എടുക്കണമെങ്കിൽ എടുക്കട്ടെ, അത് നമുക്കറിയാം. സാർ ചുമ്മയൊന്നും ഇത് ചെയ്യത്തില്ല. പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞേ, കടകംപള്ളി സുരേന്ദ്രൻ തെറ്റുകാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നേ, അറസ്റ്റ് ചെയ്യും. തൊടും സാറ് നോക്കിക്കോ. അദ്ദേഹത്തിന് ശങ്കർദാസിനെ തൊടാത്ത സാർ ശങ്കർദാസിനെ തൊടാത്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ഏറ്റവും വലിയൊരു പോലീസ് ഓഫീസർ, നിയമത്തിന് ഒരു ഇതുമില്ല. പിന്നെ എന്താ അത് കോടതി ചോദിക്കും. അല്ല എന്തുകൊണ്ടാണ് കോടതി ചോദിക്കും. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും കാലം തൊടാത്തത്? സാർ തൊടണം എന്ന രീതിയിലേക്ക് പോകും സാർ. അതുകൊണ്ട് പിണറായി വിജയൻ 9 വർഷമായി ഡൽഹിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറ് പറയുന്ന വശമല്ല ഞാൻ സമ്മതിക്കുന്നു. ഏതായാലും നമുക്ക് കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ പറയാതെ അതിന്റെ വസ്തുതകൾ കൂടെ നമ്മൾ പറയണം. വസ്തുത പറഞ്ഞതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള, അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്ത രേഖയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ട് ഏഷ്യാനെറ്റിൽ ഞങ്ങൾ വായിച്ചിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ട് വായിച്ചുകൊണ്ട് വിനോവി ജോൺ അത് വായിച്ച് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും അത് കേട്ടായിരുന്നു. അത് കേട്ടപ്പോഴാണ് മൗനാനുവാദമാണ് കൊടുത്തതെന്നുള്ളത് അല്ല അതിലുണ്ടായിരിക്കും മൗനാനുവാദം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഞാൻ കേട്ടത്. അനുജ്ഞ എന്ന് പറഞ്ഞാൽ അനുവാദം. അതെ മനസ്സിലായി. മൗനാനുവാദം കൊടുത്തു എന്നുള്ളതാണ്. മൗനാനുവാദം എന്ന് പറയുന്ന സംഭവം നിയമത്തിലില്ല. രണ്ട് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു, അവിടുത്തെ കട്ടിടപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയിട്ട് വീണ്ടും സ്വർണം പൂശി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ഒരു തീരുമാനം ദേവസ്വം ബോർഡിനെ കൊണ്ടുപോയി എന്നുള്ള സത്യമാണ്. അത് കൊണ്ടുപോകേണ്ട തീരുമാനമൊന്നുമില്ല. പക്ഷെ അത് കൊണ്ടുപോയി സ്വർണം മോഷ്ടിക്കാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. ആ സ്വർണം മോഷ്ടിച്ചത് അദ്ദേഹം അല്ല, കൊണ്ടുപോയ ആൾക്കാരാണ്. ആരാണോ ദേവസ്വം ബോർഡും കൂടി ചേർന്നാണ്. ഇദ്ദേഹം അവിടെ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. കൊണ്ടുപോകാനുള്ള തീരുമാനമുണ്ട്. തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവിടെ ശമ്പളം പുതുക്കി പണിയുന്നതിന്റെയും മറ്റുള്ള അറ്റകുറ്റപ്പണി തീർക്കുന്നതിന് ഭാഗം മാത്രമാണ്. അത് കാലാകാലങ്ങളിൽ എല്ലാ അമ്പലത്തിലും ഉണ്ടാവും. അപ്പൊ അതിലെങ്ങനെയാണ് പോറ്റി ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. സാർ ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ്. സാറിന്റെ ഒരു ക്യാമറ ഇവിടുന്ന് സാറ് നിൽക്കവേ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോ സാറിന്റെ മൗന അനുവാദമോ സാറിന്റെ അനുവാദമോ ഇല്ലാതെ ക്യാമറയോ മറ്റു സാധനങ്ങളോ ഇവിടുന്ന് കൊണ്ടുപോകും. എനിക്ക് അധികാരമുള്ളതാണെങ്കിൽ തീർച്ചയായും ഇതാവേണ്ടതാണ്. ഈ കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളത് സാർ അങ്ങനെ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള ഇയാൾ പൂജ നടത്തിയിട്ട് ക്യാമറ കൊണ്ടുപോകാൻ വെറും ഒരു പൂജക്കാരൻ മാത്രമല്ല, അവിടെ പൂജ നടത്തിയിട്ട് കൊണ്ടുപോകേണ്ടതല്ല. എന്റെ ക്യാമറ മോശമാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് എനിക്ക് കൊടുത്തയക്കാം. ഇവിടെ ഈ ദേവസ്വം ബോർഡാണ് ഇതിന്റെ അതോറിറ്റി. അവര് ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഇത് ചെയ്യാൻ പോണു, സ്വർണം പൂശാൻ പോണു എന്ന് പറയുന്നത് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ എതിർക്കേണ്ട ആവശ്യം എന്തോ? സാർ അങ്ങനെ അതിന്റെ കൺസേൺഡ് അതോറിറ്റിയുടെ അടുത്തൊക്കെ അദ്ദേഹം സംസാരിക്കണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം അത് ശരിയാണോ എന്ന് അറിയണ്ടേ? സാർ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു മൈനറാണ്. അദ്ദേഹത്തെ താന്ത്രിക കുടുംബം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നതേ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രമാണ്. അവിടുന്ന് ഒരു കട്ടളപ്പാളിയും ഒരു ഇതൊക്കെ സ്വർണ്ണമാണ്. തന്നെ അത് കൊണ്ടുപോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അദ്ദേഹം കണ്ടിട്ടുണ്ട് സാർ. അങ്ങനെ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? സാർ അദ്ദേഹം അത് ചെയ്യേണ്ടത് അറിയിക്കണം സാർ. ഈ പറയുന്ന രീതിയിൽ അവിടെ വിജിലൻസിന് അവിടെ ഒരു കമ്മീഷണർ ഉണ്ടല്ലോ. അതൊന്നും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിപ്പെട്ടല്ല. അദ്ദേഹം പറയാൻ ഒക്കത്തില്ല സാർ. അദ്ദേഹം നിയമപരമായ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. അദ്ദേഹത്തെ അറിയിക്കണം. ഇപ്പൊ സാറ് ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു ഉദാഹരണമാണെങ്കിലും സാറിന്റെ മകനും കൂടെ ചേർന്ന ഒരു കമ്പനിയാണ്. കമ്മീഷണർ അടക്കമുള്ള ആൾക്കാരാണ് പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. സാർ കൃത്യമായി അറിയിക്കേണ്ടടുത്ത് ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കമുള്ള ആൾക്കാരാണ് ഇപ്പൊ പ്രതിയായി വന്നിരിക്കുന്നത്. സാർ അതായത് ചുമ്മാ നമ്മളിപ്പോ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ക്ലീൻ ചീറ്റ് ഒന്നും ഞാൻ പോറ്റി നല്ല ആളാണെന്നോ ഒരിക്കലുമില്ല. പോറ്റി നല്ല ആളാണെന്നോ കള്ളനാണെന്നോ തന്ത്രി ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്ത്രി ഈ കാര്യത്തിൽ മൗനാനുവാദം കൊടുത്തു എന്ന് പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ രേഖ പ്രകാരം അദ്ദേഹം കുറ്റക്കാരനാണ്. മൗനാനുവാദം എന്ന് പറയുന്നത് അദ്ദേഹം നിൽക്കുമ്പോൾ സാർ ഈ കണ്ട പൂജകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് ഇത് അഴിച്ചെടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. സത്യമാണല്ലോ. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ? അല്ല വേറൊന്നും അദ്ദേഹത്തിന്റെ അതായത് ഇത് കൊണ്ടുപോയതുമായി ബന്ധം മൗനാനുവാദം എന്ന് പറയുന്നത് എന്താ അറിയോ? അയ്യപ്പന്റെ അടുത്ത് നിന്ന് മൗനാനുവാദം മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. സാർ അയ്യപ്പന്റെ അടുത്ത് മൗനാനുവാദം വാങ്ങിച്ചു കൊടുത്തെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ കേസ്. അദ്ദേഹം അങ്ങനെ മൗനാനുവാദം ഈ തന്ത്രി മൗനാനുവാദം കൊടുത്തു എങ്ങനെ? അയ്യപ്പനുമായി സംസാരിച്ച് അതാണല്ലോ അദ്ദേഹത്തിന്റെ പെർമിഷൻ മേടിക്കാന്ന് പറയും. അത് കൊടുത്തു എന്നാണ് ആ കേസ്.
സാർ മൗനാനുവാദം കൊടുത്തു എന്നുള്ള കേസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ SIT അത് കേട്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അതൊക്കെ വെറും ബാലിശമാണ്. ഇത് ആ മൗനാനുവാദം നിങ്ങൾ മാറ്റി നിർത്തൂ, മൗനാനുവാദം മാറ്റി നിർത്തൂ. ബാക്കി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടല്ലോ, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടല്ലോ. ഈ സംഭവം നമ്മ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ പറയട്ടെ, അപ്പൊ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അങ്ങനെ ഉത്തരവാദിത്തം ഒഴിയാൻ പറ്റില്ല. പിന്നെ എന്തിന് സാർ പൂജാരിയായിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തെ, ഇവിടെ ഈ കോടിക്കണക്കിന് ഭക്തരുള്ള ഈ സമൂഹത്തിന് എന്തിനിങ്ങനെ പേരിനൊരു പൂജാരി? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പൂജാരി കൊണ്ടിരുത്തിയാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അതല്ല സാർ, അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പൂജ കൃത്യമായി, പൂജ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹം കൂടെ ഇതിനൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ, വിഗ്രഹം എടുത്തോണ്ട് പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെറുതെ പൂ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അല്ല, അവിടെ പൂജ ചെയ്യുന്നത് വിഗ്രഹത്തിലാണല്ലോ. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, താങ്കൾ നിയമം അറിയാവുന്ന ആളാണ്, ഞാൻ നിയമം അറിയാത്ത. പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ധാർമ്മികമായിട്ട് അദ്ദേഹം കുറ്റവാളിയാണ്, നിയമപരമായി കുറ്റവാളിയല്ല. അതാവട്ടെ, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അതാണ് എന്റെ മുന്നിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. ധാർമ്മികമായിട്ട് തെറ്റുകാരനാണ്, നമുക്ക് നിയമപരമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കേസ് എടുക്കാനുള്ള നിയമം അറിയുന്നവര് ഉണ്ടല്ലോ, ഇവിടെ ജഡ്ജസ് ഉണ്ടല്ലോ, അവര് നോക്കട്ടെ, വരട്ടെ, നേരം നമുക്ക് നോക്കാം.